മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും ഈ ദിവസം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത് തിരുവചനത്തിൽ നാം വായിക്കുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി തീരുവാനായിട്ട്, ഈശോയുടെ അജഗണത്തിൽപ്പെട്ടവരായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെയായി തീരണമെങ്കിൽ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ഈശോയിൽ നിന്ന് കൃപയും അനുഗ്രഹവും സ്വീകരിക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ് അവിടുത്തെ സ്വരം ശ്രവിക്കണമെന്നുള്ളത്. അവിടുത്തെ സ്വരം ശ്രവിച്ച് ജീവിക്കുന്നവരാണ് അവിടുത്തെ ആടുകളിൽപ്പെട്ടവര്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സ്വരം ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവിടുന്ന് നൽകുന്ന പ്രബോധനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. തിരുവചനത്തിലൂടെ അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ പ്രബോധനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ പ്രബോധനങ്ങൾക്കെതിരെ, പ്രബോധനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കർത്താവിനെ മറന്ന് ജീവിച്ചാൽ നമ്മൾ ആരും ഈശോയുടെ മക്കളായി തീരുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഈശോയുടെ മക്കളായി തീർന്ന് അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടുന്ന കൃപയാചിച്ച് കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ നൽകണമേ. അങ്ങയുടെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളും ബന്ധനങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടശക്തികളും തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.